ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെം AEC2 BA ഹിന്ദിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് BA ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന AEC2 ഹിന്ദിയെ പറ്റി. ഈ വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് ആയി കവിത കി ജറൂറത്ത് എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മളുടെ ലേഖകന്റെ പേര് കുംവർ നാരായൺ എന്നതാണ്. കവിത കി ജറൂറത്ത് എന്ന ചാപ്റ്റർ നമ്മുടെ സിലബസിലെ 3rd മൊഡ്യൂളായ റീഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന ഭാഗത്താണ് വരുന്നത്. ആദ്യം തന്നെ ലേഖകനെ പറ്റി നോക്കാം. കുംവർ നാരായൺ എന്നതാണ് ലേഖകന്റെ പേര്. സമകാलीन कविता के समादृत कवि कुंवर नारायण का जन्म 19 सितंबर 1927 को उत्तर प्रदेश के फैजाबाद जनपद के अयोध्या में एक संपन्न परिवार में हुआ था. अगर उनका शिक्षा की बात करें तो उन्होंने अपनी उच्च शिक्षा लखनऊ विश्वविद्यालय से अंग्रेजी साहित्य में MA की डिग्री प्राप्त करके पूरी की थी. भारतीय साहित्य जगत को अपनी अद्वितीय और वैचारिक कविताओं से समृद्ध करने वाले ये महान कवि 15 नवंबर 2017 को इस संसार से विदा हो गए. അതായത് സമകാലിക കവിതയുടെ ആദരണീയനായ കവി കുംവർ നാരായൺ 1927 സെപ്റ്റംബർ 19 ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ലയിലെ അയോധ്യയിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലക്നൗ സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA ബിരുദം നേടിയാണ് അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഇന്ത്യൻ സാഹിത്യ ലോകത്തെ തന്റെ അതുല്യമായ കവിതകളാൽ ധന്യമാക്കിയ ഈ മഹാൻ 2017 നവംബർ 15 നമ്മെ വിട്ട് പിരിഞ്ഞു. अब हम कुंवर नारायण जी की यात्राओं और जीवन वृत्त के बारे में जानेंगे. साल 1950 में उन्होंने अपनी पहली विदेश यात्रा की, जिसके तहत उन्होंने पोलैंड, चेकोस्लोवाकिया, रूस तथा चीन में काफी समय बिताया. इसी यात्रा के दौरान उनकी मुलाकात पैब्लो नेरूदा, नाजिम हिकमत तथा एंटन स्वानिम्स्की जैसे महान साहित्यकारों से हुई, जिसका उनके शुरुआती साहित्यिक जीवन में बहुत खास महत्व रहा है. इसके अलावा उन्होंने स्वीडन के कई विश्वविद्यालयों में काव्य पाठ और साहित्य गोष्ठियों में भाग लिया. साल 1994 में उन्होंने वेनिस यूनिवर्सिटी में व्याख्यानमाला दी और इसी वर्ष यूरोप, इंग्लैंड तथा अमेरिका का विस्तृत भ्रमण किया. साल 1998 में और 1999 में उन्होंने काफी समय ऑक्सफोर्ड और कैम्ब्रिज में बिताया. उन्होंने वारसा यूनिवर्सिटी तथा 2001 में जागिलोनियन यूनिवर्सिटी में आयोजित अंतरराष्ट्रीय सेमिनार में भी हिस्सा लिया. അതായത് 1955 അദ്ദേഹം തന്റെ ആദ്യ വിദേശ യാത്ര നടത്തി. പോളണ്ട്, ചെക്കോസ്ലോവാക്യ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ അദ്ദേഹം ഏറെക്കാലം ചെലവഴിച്ചു. ഈ യാത്രക്കിടയിലാണ് പാബ്ലോ നെരൂദ, നാസിം ഹിക്മത്ത്, ആന്റൺ സ്വനിംസ്കി തുടങ്ങിയ പ്രശസ്തരായ സാഹിത്യകാരന്മാരെ അദ്ദേഹം കണ്ടുമുട്ടിയത്. ഇത് അദ്ദേഹത്തിന്റെ തുടക്കകാല സാഹിത്യ ജീവിതത്തിന് വലിയ പ്രാധാന്യമുള്ളതായിരുന്നു. സ്വീഡനിലെ നിരവധി സർവകലാശാലകളിൽ അദ്ദേഹം കവിതാലാപനത്തിനും സാഹിത്യ സമ്മേളനങ്ങൾക്കും പങ്കെടുത്തിട്ടുണ്ട്. 1994 വെനീസ് സർവകലാശാലയിൽ പ്രഭാഷണ പരമ്പര നടത്തുകയും അതേ വർഷം തന്നെ യൂറോപ്പ്, ഇംഗ്ലണ്ട്, അമേരിക്ക എന്നിവിടങ്ങളിൽ വിപുലമായ സന്ദർശനം നടത്തുകയും ചെയ്തു. 1998 തുടർന്ന് 99 അദ്ദേഹം ഏറെക്കാലം ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലുമായിരുന്നു താമസിച്ചത്. വേഴ്സ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ 2001 ജാഗിലോണിയൻ യൂണിവേഴ്സിറ്റിയിലും സംഘടിപ്പിച്ച അന്തർദേശീയ സെമിനാറുകളിലും അദ്ദേഹം പങ്കെടുത്തു. ഇനി അദ്ദേഹത്തിന്റെ കൃതികളാണ് കൊടുത്തിരിക്കുന്നത്. കവിതകളിൽ ചക്രവ്യൂഹ്, തീസറ സാപ്തക് അത് സങ്കലനാണ്, പരിവേഷ് ഹം തും, അപ്നെ സാമനെ, കോയി ദൂസറ നഹി, ഇൻ ദിനോ, ഹാഷിയെ കാ ഗവാഹ്, സബ് ഇത്ന അസമാപ്ത് എന്നിവയാണ് വരുന്നത്. പ്രബന്ധ കാവ്യങ്ങൾ ആത്മജയി, വാജശ്രവ കെ ബഹാനെ, കുമാർജി എന്നിവയാണ്. ആലോചന വ വൈചാരിക് ഗന്ത്, ആലോചന എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസങ്ങളാണ് ഇവിടെ വരുന്നത്. आज और आज से पहले, साहित्य के कुछ अंदर विषयक संदर्भ, दिशाओं का खुला आकाश, शब्द और देशकाल, रुख, ലേഖക का സിനിമ എന്നിവയാണ്. അനുവാദിന്റെ സെക്ഷനിൽ ഒന്ന് മാത്രമേ വരുന്നുള്ളൂ. ന സീമായും ന ദൂരിയ. സാക്ഷാത്കാർ ഇന്റർവ്യൂ ആണ്. മേരി സാക്ഷാത്കാർ, തട്ട് പർ ഹൂം പർ തടസ്ഥ നഹി എന്നിവയാണ് വരുന്നത്. കഹാനി, ആകാരോं के आसपास, ബേചൈൻ, പത്തോं का കോറസ് എന്നിവയാണ് വരുന്നത്. ഇനി പുരസ്കാർ എവം സമ്മാൻ എന്ന ഭാഗത്ത് സാഹിത്യ അക്കാദമി പുരസ്കാർ, കേരള കുമാരനാശാൻ പുരസ്കാർ, വ്യാസ് സമ്മാൻ,
हिंदी संस्थान का विशेष सम्मान ശതദൽ പുരസ്കാർ, പ്രേംചന്ദ് പുരസ്കാർ, ലോഹിയ അതിവിശിഷ്ട സമ്മാൻ എന്നിവ അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ വർഷ് 2001 का राष्ट्रीय कबीर सम्मान पाने वाले हिंदी के दूसरे प्रमुख कवि है वो. അതായത് 2001 രാഷ്ട്രീയ കബീർ സമ്മാൻ നേടിയ ഹിന്ദിയിലെ രണ്ടാമത്തെ പ്രമുഖനായ കവിയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. കവിതയുടെ പേര് കവിതാ കി ജറൂറത്ത് എന്നതാണ്. നമ്മൾ പറഞ്ഞു ലേഖകൻ കുംവർ നാരായണൻ. ആദ്യം നമുക്ക് കവിതയൊന്ന് വായിക്കാം. बहुत कुछ दे सकती है कविता, क्योंकि बहुत कुछ हो सकती है कविता जिंदगी में, अगर हम जगह दे उसे, जैसे फलों को जगह देते हैं पेड़, जैसे तारों को जगह देती है रात. हम बचाए रख सकते हैं उसके लिए अपने अंदर कहीं ऐसा एक कोना, जहां जमीन और आसमान, जहां आदमी और भगवान के बीच दूरी कम से कम हो. वैसे कोई चाहे तो जी सकता है एक नितांत कविता रहित जिंदगी, कर सकता है कविता रहित प्रेम. ഇനി നമുക്ക് ഓരോ സ്റ്റാൻസകളായി എന്താ മീനിങ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ സ്റ്റാൻസ, बहुत कुछ दे सकती है कविता, क्योंकि बहुत कुछ हो सकती है कविता जिंदगी में. ഇവിടെ എന്താണ് ബഹുത് കുച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട്, അലോട്ട് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ദേ സക്തി ഹേ കവിത, തരാൻ പറ്റും. കവിതയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ക്യോങ്കി ബഹുത് കുച്ച് ഹോ സക്തി ഹേ കവിത ജിന്ദഗി മേ. ക്യോങ്കി എന്ന് പറഞ്ഞാൽ ബിക്കോസ്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബഹുത് കുച്ച് ഹോ സക്തി ഹേ കവിത ജിന്ദഗി മേ, നമ്മളുടെ ലൈഫിൽ കവിതയ്ക്ക് ഒരുപാട് കാര്യങ്ങളായി മാറാൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കവിത എന്നത് നമ്മുടെ ലൈഫിൽ വെറും ഒരു വാക്കുകൾ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണെന്നാണ് പറയുന്നത്. അഗർ ഹം ജഗഹ് ദേ ഉസേ, ജൈസെ ഫലോം കോ ജഗഹ് ദേത്തെ ഹേ പേട്, ജൈസെ താരോം കോ ജഗഹ് ദേത്തി ഹേ രാത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ലൈഫിന്റെ ബ്യൂട്ടിഫുൾ പാർട്ടാണെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാവുമ്പോ അതൊരു ഇഫ് ക്ലോസ് പോലെയാണ്. അഗർ ഹം ജഗഹ് ദേ ഉസേ, കവിതയ്ക്ക് നമ്മൾ ജഗദേന സ്പേസ് കൊടുക്കുക, അതിനൊരു സ്പേസ് നമ്മൾ ലൈഫിൽ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ, അതിനെ എക്സാമ്പിൾസ് വെച്ച് പറയാണ്. ജൈസെ ഫലോം കോ ജഗഹ് ദേത്തെ ഹേ പേട്, ഒരു മരം എങ്ങനെയാണോ അതിന്റെ ഫലങ്ങൾക്ക്, അതിന്റെ ഫ്രൂട്ട്സിന് സ്ഥലം കൊടുക്കുന്നത്, അതല്ല എന്നുണ്ടെങ്കിൽ ജൈസെ താരോം കോ ജഗഹ് ദേത്തി ഹേ രാത്, രാത്രി എങ്ങനെയാണോ താരങ്ങൾക്ക്, സ്റ്റാർസിന്, നക്ഷത്രങ്ങൾക്ക് ജഗഹ് കൊടുക്കുന്നത്, അതായത് സ്ഥലം കൊടുക്കുന്നത്, അതുപോലെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു സ്ഥലം ആർക്ക് വേണ്ടി മാറ്റിവെക്കണം? കവിതയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കവിത നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളായി മാറും. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരും എന്നാണ് പറയുന്നത്. ഇനി സ്ഥലം എടുത്തു വെക്കണമെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഹം ബച്ചായെ രഖ് സക്തേ ഹേ ഉസ്കെ ലിയെ അപ്നെ അന്തർ കहीं ऐसा एक कोना, जहां जमीन और आसमान, जहां आदमी और भगवान के बीच दूरी कम से कम हो. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലമാണ്. ഹം ബച്ചായെ രഖ് സക്തേ ഹേ ഉസ്കെ ലിയെ, കവിതയ്ക്ക് വേണ്ടി നമുക്ക് ബച്ചായെ രഖ്ന, നമുക്ക് സേഫ് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റും. അപ്പനെ അന്തർ കഹിം, നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും. ഏസാ എ കോന, ഒരു കോർണർ. എങ്ങനെയുള്ള കോർണർ ആണ് നമ്മൾ എടുത്തു വെക്കേണ്ടത്? ജഹാ ജമീൻ ഓർ ആസ്മാൻ, ജമീൻ ഓർ ആസ്മാൻ, ഭൂമിയും ആകാശവും. ജഹാം ആദ്മി ഓർ ഭഗവാൻ കെ ബീച്ച്, മനുഷ്യനും ഭഗവാന്റെയും ഇടയിൽ. ബീച്ച്, കെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ എന്നുള്ളതാണ് നിന്ന്. ദൂരി കംസേ കം ഹോ, ദൂരി എന്ന് പറഞ്ഞാൽ എന്താ? അന്തരം, ദൂരമാണ് ഉദ്ദേശിക്കുന്നത്, ദൂരം, ഗ്യാപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. കംസേ കം ഹോ, ഏറ്റവും കുറവായിരിക്കുന്ന ഒരു സ്ഥലം. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കവിതയ്ക്ക് വേണ്ടി എടുത്തു വെക്കുന്ന സ്പേസ് എങ്ങനെയായിരിക്കണം? ഭൂമിയും ആകാശവും തമ്മിലുള്ള ദൂരം കുറയുന്നത് പോലെ, മനുഷ്യനും ഭഗവാനും തമ്മിലുള്ള ദൂരം കുറയുന്നത് പോലെയുള്ള അങ്ങനെയുള്ള ഒരു സ്ഥലം വേണം നമ്മൾ എടുത്തു വെക്കാൻ. അതായത് നമ്മുടെ ഉള്ളിലെ തന്നെ നന്മയും ആത്മീയതയും എന്നും നിലനിർത്തണം എന്നാണ് കവി പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാം ജമീൻ ആസ്മാൻ എന്ന് പറയുന്നത്, ജമീൻ ആസ്മാൻ കാ ഫറക്ക് എന്ന് നമ്മൾ എപ്പോഴാ പറയാ? ഉച്ചഭേദത്വങ്ങൾ, അതായത് ഡിസ്ക്രിമിനേഷൻസ് ആവാം, ഡിഫറൻസ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ എടുത്തു വെക്കുന്ന, കവിതയ്ക്ക് വേണ്ടി എടുത്തു വെക്കുന്ന ആ ഒരു കോർണർ എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം. നമ്മൾ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത രീതിയിലായിരിക്കണം. ജമീൻ ആസ്മാൻ പോലെ, അല്ലെങ്കിൽ ആദ്മി ഭഗവാൻ പോലെ, അങ്ങനെയുള്ള ഉച്ചഭേദത്വങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു നിഷ്പക്ഷമായിട്ടുള്ള, എന്താണ്, ഇംപാർഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഒരു കോർണർ വേണം നമ്മൾ കവിതയ്ക്ക് വേണ്ടി കണ്ടെത്താൻ എന്നാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസയാണ് ഇനി വരുന്നത്. वैसे कोई चाहे तो जी सकता है एक नितांत कविता रहित जिंदगी, कर सकता है कविता रहित प्रेम.
ഇവിടെ എന്താണ് അടിച്ചേൽപ്പിക്കലല്ല, കവിതയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സ്ഥലം വെക്കണം അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ ആൾക്കാർക്ക് വേണ്ട കവിത വേണ്ട എന്നുണ്ടെങ്കിൽ കവിത രഹിത് ജിന്ദഗി, കവിത ഇല്ലാത്ത ഒരു ജീവിതം അവർക്ക് വേണമെങ്കിൽ ജീവിക്കാം. അതുപോലെ തന്നെ കവിതയില്ലാത്ത, അതായത് ആഴത്തിലുള്ള ഭാവനയോ വികാരങ്ങളോ ഇല്ലാത്ത ഒരു പ്രണയം ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നത് എന്താണ്, പ്രണയം എന്നതുകൊണ്ട് അതെന്താണ് നമ്മളുടെ ഉള്ളിലെ മനുഷ്യത്വം, മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുന്ന ആ ഒരു മെന്റാലിറ്റി, ആ ഒരു കഴിവിനെ കൂടിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വികാരങ്ങളോടുകൂടി ഒരു മനുഷ്യജീവിയായി മനുഷ്യത്വത്തോടു കൂടി ജീവിക്കാനും സാധിക്കും. അതല്ലാതെ ജീവിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. അതിലേത് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മളുടെ ഡിസിഷനാണ്. അപ്പൊ നമ്മുടെ കവിത കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് അതിന്റെ ടോട്ടൽ മീനിങ് നോക്കാം. കുംവർ നാരായൺജിയുടെ കവിതയാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. കവിത കി ജറൂറത്ത് എന്നതാണ് കവിതയുടെ പേര്. കവിത എന്നത് വെറും ഒരു സാഹിത്യഭാഗം മാത്രമല്ല, അത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒന്നാണ്. മരങ്ങളിൽ പഴങ്ങൾ നിറയുന്നതും രാത്രി ആകാശത്ത് നക്ഷത്രങ്ങൾക്ക് സ്ഥലം ലഭിക്കുന്നത് പോലെ നമ്മളും നമ്മുടെ മനസ്സിൽ കവിതയ്ക്ക് വേണ്ടത്ര സ്പേസ് കൊടുക്കണം. നമ്മുടെ ഉള്ളിലെ ഹ്യൂമാനിറ്റിയും സ്നേഹവും എന്നും സേഫായി പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കവിതയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത്. ജീവിതത്തിൽ നിന്നും പ്രണയത്തിൽ നിന്നും കവിതയെ മാറ്റി നിർത്തിയാൽ പിന്നെ അവിടെ എംപ്റ്റിനെസ്സേ കാണുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അത്രയധികം കാവ്യാത്മകമാണെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ നമ്മളിലെ മനുഷ്യത്വവും ഭാവനയും എന്നും നിലനിർത്താൻ കവിത നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. നമുക്ക് ഒന്നുകൂടി കവിത ആദ്യം തൊട്ട് വായിച്ചു നോക്കാം. കവിത കി ജറൂറത്ത്. बहुत कुछ दे सकती है कविता, क्योंकि बहुत कुछ हो सकती है कविता जिंदगी में, अगर हम जगह दे उसे, जैसे फलों को जगह देते हैं पेड़, जैसे तारों को जगह देती है रात। हम बचाए रख सकते हैं उसके लिए अपने अंदर कहीं ऐसा एक कोना जहां जमीन और आसमान, जहां आदमी और भगवान के बीच दूरी कम से कम हो। वैसे कोई चाहे तो जी सकता है एक नितांत कविता रहित जिंदगी, कर सकता है കവിത രഹിത് പ്രേം. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ ചാപ്റ്ററിന്റെ ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്